വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ 2024-25 മാത്തമാറ്റിക്സ്, അതായത് ഗണിതത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾ ഹാസ് ആൻ ഏരിയ ഓഫ് 12 സ്ക്വയർ സെന്റിമീറ്റർ. എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത്? ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ ആയിട്ടുള്ള ട്രയാങ്കിൾ ഇതിൽ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ഹാഫ് BH അല്ലെ. ഹാഫ് ഇൻറ്റു ഇതിൽ ഏതാന്ന് നോക്ക്, 8 × 3 3 24 അല്ലേ, 24. അപ്പൊ 24നെ നമുക്ക് എന്താണ് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. അപ്പൊ ഇതിൽ ഏതാണ് 8ഉം 3ഉം വന്നിരിക്കുന്നത്? അതായത് ബി ആണ് ശരിയായ ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഏരിയ 24 സ്ക്വയർ സെന്റിമീറ്റർ. 24 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഇതുപോലെ വരയ്ക്കാനാണ് പറയുന്നത്. അതായത് ഹാഫ് ഇൻറ്റു ബിയും എച്ചും എന്താണ് ഗുണിച്ചിട്ട് ഹാഫും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 24 കിട്ടണം. ഏരിയ 24 അല്ലേ. അപ്പൊ സൈഡ്സ് ഏതൊക്കെയായിരിക്കണം? 24 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡബിൾ ആണ്? 24ന്റെ ഇത് എത്രയാണ്? 48 ആണ് അല്ലേ, 48 ആണ്. അപ്പൊ നമുക്ക് 48 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഏരിയ 12 കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ നമ്പേഴ്സ് എടുക്കാം? 6ഉം 8ഉം എടുക്കാം, 4ഉം 12ഉം എടുക്കാം, അല്ലെങ്കിൽ 8ഉം 6ഉം എടുക്കാം, അല്ലെങ്കിൽ 12ഉം 4ഉം എടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡും ബിയും ഹൈറ്റും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ഏരിയ, അതായത് പരപ്പളവ് 24 സെന്റിമീറ്റർ സ്ക്വയർ മതി. അതായത് നമുക്ക് ബേസ് എന്തായിട്ട് എടുക്കാം? 8 ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ ഹൈറ്റ് എത്രയായിട്ട് എടുക്കാം? 6 ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ബേസ് 12 ആയിട്ട് എടുക്കാം, ഹൈറ്റ് 4 ആയിട്ട് എടുക്കാം. അങ്ങനെ എന്ത് ചെയ്താലും ഏരിയ എത്രയായിട്ട്? 24 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ അളവ് കണ്ടുപിടിച്ചിട്ട് എന്താണ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് one side of a triangle with an area of 48 square centimeter, 12 centimeter, what is the height from the corner to the opposite side? എത്രയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്? 8 സെന്റിമീറ്റർ ആയിരിക്കും. എത്രയാണ് മക്കളെ? 8 സെന്റിമീറ്റർ ആയിരിക്കും. ഇഫ് വൺ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് ആൻ ഏരിയ എത്രയാണ്? 48 സ്ക്വയർ സെന്റിമീറ്റർ ഈസ് 12 സെന്റിമീറ്റർ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഫ്രം ദ കോർണർ ടു ദ ഓപ്പോസിറ്റ് സൈഡ്? അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? പരപ്പളവ് 48 ചതുരശ്ര സെന്റിമീറ്റർ ആയ ഒരു ത്രികോണത്തിന്റെ ഒരു വശം 12 സെന്റിമീറ്റർ ആയാൽ ആ വശത്തേക്ക് എതിർമൂലയിൽ നിന്നുള്ള ഉയരം എത്രയായിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സി ആണ് ശരിയായ ഉത്തരം. 33 1/3% is equal to 1/3 പാർട്ട്. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ. എ വാഷിംഗ് മെഷീൻ കോസ്റ്റ് 24,000 rupees. ഒരു വാഷിംഗ് മെഷീന്റെ പൈസ എത്രയാണ്? 24,000 രൂപയാണ്. ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 15%. അത് 15% വിലയിൽ എന്ത് ചെയ്തു? ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്തു? വിറ്റു. വാട്ട് ഇസ് ദ സെല്ലിംഗ് പ്രൈസ്? അങ്ങനെയാണെങ്കിൽ സെല്ല് ചെയ്തപ്പോൾ ഉള്ള പ്രൈസ് എത്രയാന്നാ ചോദിച്ചിരിക്കുന്നത്. അത് വിറ്റപ്പോൾ ഉള്ള രൂപ എത്രയായി? വിറ്റ വില എത്രയാന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 24,000 ഇൻറ്റു എത്രയാണ്? നമുക്ക് ഡിസ്കൗണ്ട് 15%. അപ്പൊ 100ൽ നിന്ന് 15 ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബാക്കി ഉണ്ടാവുക? 85 ആയിരിക്കും ഉണ്ടാവുക അല്ലെ. 100ൽ നിന്ന് 15 മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണ്? 85. അപ്പൊ 85 എത്രയാണ്? 100. ഇതില് 0യും 0യും വെട്ടിപ്പോയി. പിന്നെ 240 ഇൻറ്റു 85 എന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 20,400 എന്ന് ആൻസർ കിട്ടും. അപ്പൊ 20,400 രൂപയ്ക്കാണ് എന്ത് അത് വിറ്റത്. ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ പ്രഷർ കുക്കർ കോസ്റ്റ് 108 rupees. 1,800 rupees. എ പ്രഷർ കുക്കർ കോസ്റ്റ് 1,800 rupees. ഒരു പ്രഷർ കുക്കറിന്റെ വില 1,800 രൂപയാണ്. വാട്ട് ഇസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെൻ ഇറ്റ് സോൾഡ് ഫോർ 2,160 rupees? നമ്മൾ അതിന് എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 2,160 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പം ശരിക്കും പ്രഷർ കുക്കറിന്റെ വില എത്രയാണ്? 1,800 രൂപയാണ്. അത് വിൽക്കുന്നത് എത്രയാണ്? 2,160 രൂപയ്ക്കാണ്.
വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലാഭ ശതമാനം എത്രയാണെന്നാണ്. അതായത് 1800 നമുക്ക് 2160 നിന്ന് എത്രയാണ് 1800 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? നമുക്ക് കിട്ടുക 300. അതായത് അയാൾക്ക് 300 രൂപയാണ് എന്ത് കിട്ടുക? ലാഭം കിട്ടുക അല്ലേ? 360. എത്രയാണ് ലാഭം കിട്ടുക? 360 എന്ത് ചെയ്യുക അയാൾക്ക് ലാഭം കിട്ടുക അല്ലേ? അപ്പോൾ ഈ 360ന്റെ ലാഭ ശതമാനം നമ്മൾ എങ്ങനെ കാണും? അതിന്റെ 20% ആണ്. എത്രയാണ്? 20%. അതായത് 360 രൂപയാണ് അയാൾക്ക് എന്തുണ്ടാവുക? ലാഭം ഉണ്ടാവുക. അപ്പൊ അയാൾക്ക് കിട്ടുന്നത് 20% ആയിരിക്കും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആയിരിക്കും. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി 3. എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ ഈസ് ഡ്രോൺ ഓൺ വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ലെങ്ത് ഓഫ് ദി അതർ ടു സൈഡ്സ് ഓഫ് ദിസ് റൈറ്റ് ട്രയാങ്കിൾ? എന്താ ചോദിച്ചേക്കണേ? ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു വശത്തില് എന്താണ് 15 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പുള്ള ഒരു സമചതുരം എന്ത് ചെയ്തിരിക്കുന്നു? വരച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റൂ അല്ലെ? 15 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു എന്താണ് സമചതുര സ്ക്വയർ വരച്ചിരിക്കുന്നു. ഈ റൈറ്റ് ആംഗിൾ അത് മട്ട ത്രികോണത്തിന്റെ ഈ ട്രയാങ്കിളുടെ മറ്റ് 2 വശങ്ങളുടെ നീളങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ അതിന്റെ വന്നിരിക്കുന്നത് ഏതൊക്കെയായിരിക്കും? 7 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും. ആംഗിൾ സി ആണ് ശരിയായ ഉത്തരം. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏരിയ ഓഫ് എ സ്ക്വയർ വെജിറ്റബിൾ ഗാർഡൻ ഈസ് 256 സ്ക്വയർ മീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് സൈഡ്? എന്താ ചോദിച്ചേക്കണേ? ഒരു വെജിറ്റബിൾ ഗാർഡന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 256 സ്ക്വയർ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് സൈഡ്? ഒരു സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ലെങ്ത്തിന്റെ സൈഡ് എത്രയായിരിക്കും? 16 മീറ്റർ ആണ്. എത്രയാണ്? 16 മീറ്റർ എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. സി ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 72 സ്ക്വയർ സെന്റിമീറ്റർ. എന്താണ്? ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞത്. ഏരിയ എത്രയാണ്? 72 സ്ക്വയർ സെന്റിമീറ്റർ ആയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഇതിന്റെ നീളം എന്തായിരിക്കും? ലെങ്ത് 6 സെന്റിമീറ്ററും എന്താണ് 6 സെന്റിമീറ്റർ വശമുള്ള എന്താണ് ഒരു സമചതുരം വരയ്ക്കണം. ആദ്യം വരയ്ക്കേണ്ട സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 6 സെന്റിമീറ്ററും ഇനി 6 സെന്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ചിട്ട് അതിന്റെ എന്താണ് വികരണം ഇതായിട്ട് എന്തായിട്ട് വേണം? അടുത്ത സമചതുരവും വരയ്ക്കണം. നമ്മൾ സ്ക്വയറും വരയ്ക്കണം. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. ആക്ടിവിറ്റി 4 ഒരു പാറ്റേൺ തന്നിരിക്കുകയാണ്. കംപ്ലീറ്റ് ദ പാറ്റേൺ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാറ്റേൺ പൂർത്തിയാക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? 3, 13, അടുത്ത എത്രയായിരിക്കും? 23, 33, 5, 15, 25, എത്രയാണ്? 35. അടുത്ത 7, 17, 27, 37, 9, 19, 29, 39, 11, 21, 31, 41 അല്ലേ? ഇനി 35, 85, 35, 185. അങ്ങനെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് റോ ആൻഡ് ദ നമ്പേഴ്സ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോ. എന്തായിരിക്കും? എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? നടുവിലെ സംഖ്യയുടെ എന്തായിരിക്കും? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓരോ വരിയിലെയും സംഖ്യകളുടെ തുകയ്ക്ക് വരിയിലെ നടുക്കുള്ള സംഖ്യയുമായുള്ള ബന്ധം എന്താന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ ഓരോ വരിയിലെയും സംഖ്യകളുടെ തുകയ്ക്ക് നടുവിലുള്ള തുകയ്ക്ക് വരിയുടെ നടുക്കിലുള്ള സംഖ്യയുമായുള്ള ബന്ധം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബന്ധം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ എഴുതേണ്ടത് തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് നടുവിലെ സംഖ്യയുടെ 5 മടങ്ങാണ്, 5 ടൈംസ് ആണ് അല്ലേ? അപ്പൊ നമ്മുടെ നടുവിലെ സംഖ്യയുടെ എന്താണ് 5 ടൈംസ് ആയിരിക്കും. ഇതിന്റെ സം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മിഡിലെ നമ്പറിൽ അല്ലേ? എന്താണ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് റോ അറ്റ് ദ നമ്പർ ഇൻ ദ മിഡിൽ ഓഫ് ദി റോ ഈസ് എന്തായിരിക്കും? 5 ടൈംസ് ആയിരിക്കും. അതായത് തുക നടുവിലെ സംഖ്യയുടെ 5 മടങ്ങ് ആയിരിക്കും എന്നാണ് എഴുതേണ്ടത്.
ഇനി സി ക്വസ്റ്റ്യൻ സബ്സ്റ്റാൻഷ്യേറ്റ് ദ റിലേഷൻഷിപ്പ് യൂസിങ് ഓൾജിബ്ര ഫോം. അത് ഓൾജിബ്ര ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾജിബ്ര ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? സമ്മിനെ എങ്ങനെ എഴുതും? 5n എന്ന് എഴുതിയാൽ മതി. എന്താണ് 5n എന്ന് നമ്മൾ പറഞ്ഞല്ലോ, 5 ടൈംസ് ആയിരിക്കും. അപ്പോൾ 5 × n 5 ടൈംസ് ആയിരിക്കും. സം എന്ന് പറയുന്നത് സം ഇസ് ഇക്വൽ ടു 5n എന്ന് എഴുതിയാൽ മതി. ഇനി ആക്ടിവിറ്റി 5. A square is divided into identical rectangles. A square is divided into identical. സ്ക്വയറിനെ ഒരു ഐഡന്റിക്കൽ റെക്ടാങ്കിൾസ് എല്ലാം അല്ലേ ഒരേപോലെയുള്ളതാണ്. ഐഡന്റിക്കൽ റെക്ടാങ്കിൾസ് ഒരേപോലെയുള്ള സമചതുരങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? സമചതുരമല്ല, ചതുരങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സ്ക്വയർ ഇസ് ഡിവൈഡ് ഇൻ ടു ഐഡന്റിക്കൽ റെക്ടാങ്കിൾസ്. വാട്ട് പാർട്ട് ഓഫ് ദ ലാർജ് സ്ക്വയർ ഇസ് എ സ്മോൾ റെക്ടാങ്കിൾ ഇൻ ദ പിക്ചർ? എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് പാർട്ട് ഓഫ് ദ ലാർജർ സ്ക്വയർ, ലാർജർ സ്ക്വയറിന്റെ പാർട്ട് ഏതാണ്? ഇസ് എ സ്മോൾ റെക്ടാങ്കിൾ ഇൻ ദ പിക്ചർ. എത്രയായിരിക്കും? അതായത് ചിത്രത്തിൽ ഒരു ചെറിയ ചതുരം വലിയ സമചതുരത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ചെറിയ ചതുരം വലിയ സമചതുരത്തിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഭാഗമാണ്? നമ്മൾ എത്ര ഭാഗമായിരിക്കും? 1 എത്രയായിരിക്കും? 15. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അല്ലേ? അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? 1/15 എന്ന് എഴുതണം. 1/15 എഴുതണം. ഇനി വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഇസ് ഷെയ്ഡ്? ഷെയ്ഡ് ചെയ്തതോ 1 2 3 4 5 അല്ലേ? അപ്പൊ 5/15 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ ചുരുക്കിയിട്ട് 1/3 എന്നും എഴുതാം. ഇനി വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പാർട്ട്? ഷെയ്ഡ് ചെയ്ത പാർട്ടിന്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 × 2 എന്ന് എഴുതാം. 2 × 2 ഇൻറ്റു എത്രയാണ്? 5/15 അല്ലെങ്കിൽ 1/3 ഇട്ടാലും മതി കേട്ടോ. 5/15 2 × 2 ഇൻറ്റു 5/15. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? 4/3 എന്ന് കിട്ടും. 4/3 സെന്റിമീറ്റർ സ്ക്വയറിന് അല്ലെങ്കിൽ എന്താണ് 1/3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? 4/3 അല്ലെങ്കിൽ 1/3. ഇതിനെ 5/15 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 × 2 ഇൻറ്റു 1/3 എന്നും എഴുതാം. ആക്ടിവിറ്റി 6 നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 144? 144ന് ഈക്വൽ ആയിട്ടുള്ളത് ഏത്? ആൻസർ ബി ആണ് ശരി. 2⁴ ഇൻറ്റു 3⁵2 ആണ്. അതായത് 2 × 2 × 2 × 2 ഇൻറ്റു എത്രയാണ്? 3 × 3. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് 144 ആണ്. അപ്പോൾ 144ന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? 2⁴ ഇൻറ്റു 3⁵2 ആണ്. ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ദെയർ ഫോർ 6⁵2 ഇൻറ്റു 3⁵2? 6⁵2 ഇൻറ്റു 3⁵2ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 15 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 225 ആൻഡ് 275. 225ന്റെയും 275ന്റെയും കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ ഫാക്ടർ പൊതുഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുഘടകങ്ങൾ 1 5 25 1 5 25. ഇനി ആക്ടിവിറ്റി 7. The width and height of a rectangle with perimeter 60 cm are in the ratio 2:1. എന്താ പറഞ്ഞേക്കണേ? ഇവിടെ റെക്ടാങ്കിളിന്റെ എന്താണ് പെരിമീറ്റർ 60 cm ആണ്. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ വിത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. സോറി, വിത്തിന്റെയും ഹൈറ്റിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ആൻഡ് കാൽക്കുലേറ്റ് ദ വിത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി റെക്ടാങ്കിൾ. എന്താണ്? റെക്ടാങ്കിളിന്റെ ഹൈറ്റും വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയണത്. ഇവിടെ 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മ് എന്ന് എന്തായിരിക്കും? 2:1 എന്ന് റേഷ്യോ വന്നെങ്കിൽ നമുക്ക് ഇത് രണ്ടും അല്ലേ? പെരിമീറ്റർ 60 എന്നുണ്ട്. അപ്പോൾ അതിന്റെ പകുതി 30 കിട്ടും. 20 + 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. പെരിമീറ്റർ 60 ആന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 20 + 10 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും. അപ്പോൾ അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്താണ്? 20:10 എന്ന് പറഞ്ഞാൽ 0 വെട്ടിപ്പോയി 2:1. അപ്പോൾ നമ്മുടെ
വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 10 ആയിരിക്കും. അപ്പോൾ റേഷ്യോ കറക്റ്റ് ആയി 2:1 എന്നുള്ള റേഷ്യോയിൽ അത് വരികയും ചെയ്തു. ഇനി ബി ക്വസ്റ്റ്യൻ, ഇഫ് അനദർ റെക്ടാങ്കിൾ ഹാവിംഗ് പെരിമീറ്റർ 60 സെന്റിമീറ്റർ ഹാസ് വിഡ്ത്ത് ഓഫ് 18 സെന്റിമീറ്റർ, വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? എന്താ പറയണേ? ഇതുപോലെ ഇഫ് അനദർ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ 60 സെന്റിമീറ്റർ ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? ഹൈറ്റ് 12 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആയിരിക്കും. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദിസ് റെക്ടാങ്കിൾ? അതായത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചില്ലേ 18 സെന്റിമീറ്റർ വിഡ്ത്തും 60 സെന്റിമീറ്റർ പെരിമീറ്ററും ആയിട്ടുള്ള, അതായത് പരപ്പളവായിട്ടുള്ള ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 18:12 അല്ലേ? 18:12 എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3:2 ആയിരിക്കും. 3:2 ആയിരിക്കും അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. നോക്കൂ മക്കളെ, ആക്ടിവിറ്റി 8. ദ ഫിഗർ ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഹോബീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹോബീസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അടങ്ങിയ ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്ക്, ഇതിന്റെ താഴെ ക്വസ്റ്റ്യൻസ് കൊടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള, ഈ ഡയഗ്രാം ബേസ് ചെയ്തിട്ട്, ഈ ഫിഗർ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. വിച്ച് ഹോബി ഡു ചിൽഡ്രൻ ലൈക്ക് ദ മോസ്റ്റ്? ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഹോബി ഏതാണ്? ഏറ്റവും കൂടുതൽ ഏതാണ്? ഡ്രോയിങ്, ചിത്രരചനയാണ് അല്ലേ? ഡ്രോയിങ് ആണ്. വിച്ച് ഹോബീസ് ലൈക്ക് ബൈ ദ ലീസ്റ്റ് ചിൽഡ്രൻ? കുറവ് കുട്ടികൾ ഏതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഏറ്റവും ചെറുത് ഏതാണ്? ഡാൻസ് അല്ലെ? നൃത്തം, ഡാൻസ് ആണ്. സി ക്വസ്റ്റ്യൻ, ഇഫ് ദോസ് ഹൂ സെലക്ട് മ്യൂസിക് ആർ 1/8 പാർട്ട് ഓഫ് ദ ടോട്ടൽ, വാട്ട് ഈസ് ദ പാർട്ട് ഓഫ് ദി ടോട്ടൽ ഓഫ് ദോസ് ഹൂ സെലക്ട് ഡ്രോയിങ് ആസ് ഹോബി? എന്താ ചോദിച്ചിരിക്കുന്നത്? മ്യൂസിക് തിരഞ്ഞെടുക്കുന്നത്, അതായത് സംഗീതം തിരഞ്ഞെടുത്തവർ ആകെ ഉള്ളതിന്റെ 1/8 പാർട്ടാണ്, ഭാഗമാണ് എങ്കിൽ ചിത്രരചന, അതായത് ഡ്രോയിങ് ഹോബിയായി തിരഞ്ഞെടുത്തത് ആകെയുള്ളവരുടെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആകെയുള്ളവരുടെ എത്ര ഭാഗമാണ്? 1/8 ആണ് മ്യൂസിക് എങ്കിൽ മറ്റത് എത്രയായിരിക്കും? 3/8 ആയിരിക്കും. എത്രയാണ്? 3/8 ആയിരിക്കും. ഇനി ഡി ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് ദ ടോട്ടൽ ഈസ് ദോസ് ഹൂ സെലക്ട് റീഡിങ് ആൻഡ് ഡാൻസിങ്? എന്താ ചോദിച്ചിരിക്കണേ? വായന തെരഞ്ഞെടുത്തവരും പിന്നെ എന്താണ്, നൃത്തം തെരഞ്ഞെടുത്തവരും ചേർന്നാൽ ആകെയുള്ളവരുടെ എത്ര? രണ്ടുപേരും കൂടെ കൂടിയാൽ ആകെയുള്ളവരുടെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 1/4 പാർട്ടാണ്. ഇനി റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ് ഫിഗർ. ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വേറെ വല്ല ക്വസ്റ്റ്യനും ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കീ ഉള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയും. അപ്പോൾ മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.